ഹലോ എവരിവൺ, ഇന്നത്തെ റെസിപ്പി ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ചക്കക്കുരു വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. അത്ര ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലായിടത്തും ചക്കക്കുരു കാണും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. പിന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്തു അറിയിക്കുക. അപ്പോൾ റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കി വരാം. കറി ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് 10-25 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് അകത്തെ ബ്രൗൺ കളർ തൊലിയും കളഞ്ഞെടുക്കണം. ബ്രൗൺ കളർ തൊലി കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനിതിൽ കളയുന്നുണ്ട്. പെട്ടെന്ന് ബ്രൗൺ കളർ തൊലി പോകാൻ വേണ്ടിയിട്ട് തൊലി പൊളിച്ചിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചുരണ്ടിയാൽ മതി. പെട്ടെന്ന് അത് പോയി കിട്ടും. ഈ പഴയ ചക്കക്കുരു ആണെങ്കിൽ ആ തൊലി പോകാൻ ഭയങ്കര പാടായിരിക്കും ഒക്കെ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റുമേ. ഞാനിവിടെ ചക്കക്കുരു എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഇതുപോലെ ചെറുതായിട്ടൊന്ന് കീറിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ കറി ചട്ടിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുക്കറി ചെയ്യുവാണെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ടാൽ മതി. ഇനി ഈ ചക്കക്കുരുവിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ചക്കക്കുരുവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ചക്കക്കുരു നല്ലോണം വേവിച്ചെടുക്കണേ. ഇവിടെ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു തവി കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലോണം വെന്ത ചക്കക്കുരു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. തവി കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, തന്നെ ഉടഞ്ഞ് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. ഇത് ഒരു ചെറിയ കഷ്ണം പുളി ഞാൻ വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം പിഴിഞ്ഞിട്ട് നമുക്ക് ചക്കക്കുരുവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കറിക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ചിട്ടുള്ള പുളി ചേർക്കുക. ചില ആൾക്കാർക്ക് പുളി കൂടുതലുള്ള കറിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് അത്ര പുളി ഇഷ്ടമായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം പുളി ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. എരിവിന് എത്ര പച്ചമുളക് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് സ്വല്പം കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. കാരണം ഈ വെള്ളമെല്ലാം തിളച്ച് ഈ പച്ചമുളകൊന്ന് നല്ലോണം വെന്ത് കിട്ടണം. ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പ് തേങ്ങ വരും. ഇനി ഇതിലേക്ക് 3 ചുവന്നുള്ളി ചേർക്കാം. പിന്നെ 1 നുള്ള് ജീരകം. ജീരകം കൂടി പോകല്ലേ, 1 നുള്ളു മാത്രമേ ചേർക്കാവേ. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. അതും കൂടി പോകരുത്. ഞാനിതൊരു വലിയ വെളുത്തുള്ളി ഒരെണ്ണവേ ചേർക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ചെറിയ അല്ലിയാണെങ്കിൽ 2 എണ്ണം ചേർക്കാവുന്നതാണ്. ഇപ്പം വെളുത്തുള്ളിയും ജീരകവും കൂടി പോവുകയാണെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവേ. ഇനി ഇത് നല്ലോണം നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചക്കക്കുരു തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരച്ച തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഞാൻ ലൂസായിട്ടാണ് കറി തയ്യാറാക്കുന്നത്. കുറച്ച് ലൂസായിട്ടാണ്, അധികം കട്ടിയിലല്ല ഈ കറി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയിൽ വേണമെങ്കിൽ അത് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഈ കറിയുടെ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കറി തിളപ്പിക്കരുതേ, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് ഇരിക്കും തോറി കറി ഒന്ന് കുറുകി വന്നോളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കടുക് നമുക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, സൺഫ്ലവർ ഓയിലൊന്നും യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഈ കറിയുടെ തനി ടേസ്റ്റ് വരുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ
ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ചുവന്നുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഒരു 15 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കുക. കറി ഒന്ന് തണുത്ത് വരുമ്പോൾ കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നോളുവേ. അപ്പോൾ ഇവിടെ ചക്കക്കുരു കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊരു വട്ടം ചെയ്തു നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ കറി. പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.